UDF-ൽ MLA-മാർ തമ്മിലുള്ള കലഹം അതിരുകടക്കുമ്പോൾ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് UDF കൺവീനറും KPCC പ്രസിഡന്റും മുഖ്യമന്ത്രി VD സതീശനും. സർക്കാർ അധികാരം ഏറ്റെടുത്ത് മാസം 1 പിന്നിടും മുൻപുണ്ടായ ബഹളം മുന്നണിയുടെ ഐക്യത്തെ തടസ്സപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി. കുട്ടനാട് MLA റെജി ചെറിയാനും അമ്പലപ്പുഴ MLA G സുധാകരനും തമ്മിലുള്ള തുറന്ന പോര് UDF-ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തന്നെ അറിയിക്കാതെ റെജി ചെറിയാൻ തോട്ടപ്പള്ളി പുഴയും സ്പിൽവേയും സന്ദർശിച്ചതിനെതിരെയാണ് സുധാകരൻ രംഗത്തെത്തിയത്. സമ്പത്തിന്റെ അഹങ്കാരമാണ് റെജി ചെറിയാനെന്നും ഒരു MLA-യുടെ മുകളിൽ മറ്റൊരു MLA അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആദ്യമായി MLA ആയ റെജി ചെറിയാൻ വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണെന്ന് G സുധാകരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാറിൽ വെള്ളമടിക്കാൻ പോകാത്തതിനാൽ തന്നോട് വലിയ സ്നേഹമൊന്നും കാണില്ലെന്നും സുധാകരൻ പരിഹസിച്ചിട്ടുണ്ട്. 20 വർഷം താൻ MLA ആയിരുന്ന സ്ഥലമാണ് കുട്ടനാടെന്നും അവിടുത്തെ ഓരോ പ്രദേശങ്ങളും തനിക്ക് കൃത്യമായി അറിയാമെന്നും സുധാകരൻ വ്യക്തമാക്കുന്നുമുണ്ട്. സന്ദർശിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ തന്നെ മുൻകൂട്ടി അറിയിക്കാമായിരുന്നില്ലേ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി. തൊട്ടു പിന്നാലെ മറുപടിയുമായി റെജി ചെറിയാൻ എത്തിയതോടെ തമ്മിൽ തല്ല് രൂക്ഷമായി. ആരുടെയും കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയ MLA ആയതല്ല താനെന്നും കുട്ടനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് MLA ആയതാണെന്നും റെജി ചെറിയാൻ തിരിച്ചടിച്ചു. വ്യക്തിഹത്യ ചെയ്യുന്നത് നോക്കിയും കണ്ടും ചെയ്യുന്നതാണ് നല്ലത്. MLA-മാരുടെ രാജാവാകാൻ ശ്രമിക്കേണ്ടെന്നും റെജി ചെറിയാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ മഹാൻ മന്ത്രി ആയിരുന്ന കാലത്ത് അവിടെ നിന്നും കരിമണൽ കൊണ്ടുപോയിരുന്നു. അന്നത്തെ കാലത്ത് മണ്ണ് കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് ഭരിച്ചവർക്കാണ് അറിയാവുന്നതെന്നും റെജി ചെറിയാൻ വിമർശിക്കുന്നുണ്ട്. അവിടെ പോയത് മണ്ണ് വാരിക്കൊണ്ട് പോകാനല്ല, തോട്ടപ്പള്ളി പൊഴി തുറന്നു കിടക്കുകയാണ് എന്ന് അറിയാനാണ് പോയത്. അതിനുള്ള അവകാശം കുട്ടനാട് MLA-ക്കുണ്ട്. എഞ്ചിനീയറെ അടക്കം വിളിച്ചുകൊണ്ടാണ് പോയതെന്നും റെജി ചെറിയാൻ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. നേരത്തെ റെജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി ആദ്യം രംഗത്ത് വന്നത് അമ്പലപ്പുഴ MLA G സുധാകരനാണ്. ഒരു MLA-ക്ക് മുകളിൽ മറ്റൊരു MLA അധികാരം സ്ഥാപിക്കുന്നുവെന്നായിരുന്നു സുധാകരന്റെ ആക്ഷേപം. റെജി ചെറിയാൻ തന്നെ അറിയിക്കാതെ തോട്ടപ്പള്ളി സ്പിൽവേയും പൊഴിയും സന്ദർശിച്ചതിനെ അതിനെ തുടർന്നാണ് സുധാകരന്റെ വിമർശനം വന്നത്. റെജി ചെറിയാന് സമ്പത്തിന്റെ അഹങ്കാരമാണ്. നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റെജി ചെറിയാൻ ശിക്ഷിക്കപ്പെടും. റെജി ചെറിയാൻ വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ്. വെള്ളമടിക്കാൻ പോകാത്തത് കൊണ്ട് സ്നേഹം കാണില്ല. അവിടെ വെള്ളമടിക്കാൻ പോകുന്ന നേതാക്കന്മാരെ തനിക്ക് അറിയാം. 63 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് താൻ. എന്നാൽ ഒരു രാഷ്ട്രീയവുമില്ലാതെ 4-5 പാർട്ടി മാറി ഇപ്പോൾ MLA ആയ ആൾ തോട്ടപ്പള്ളി സന്ദർശിച്ചത് അന്യായമാണ്. അതും ആദ്യമായി MLA ആകുന്ന വ്യക്തിയാണ് റെജി ചെറിയാനെന്നും പറയുന്നുണ്ട്. ജലസേചന വകുപ്പ് മന്ത്രിയുടെ ആളാണ് MLA. സ്പിൽവേയിൽ തകർന്നു കിടക്കുന്ന ഷട്ടർ നന്നാക്കാൻ പറയാൻ MLA-ക്ക് ധൈര്യമുണ്ടോ എന്നും കരിമണലുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ടെന്നുമൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട് സുധാകരൻ. കരിമണൽ കയറ്റിയ ചില ലോറികൾ അടൂരിലേക്ക് പോകുന്നു. ഇങ്ങനെ കള്ളക്കടത്ത് നിർബാന്ധം തുടരുന്നുമുണ്ട്. ഒരു കളക്ടർമാരും ഇത് മര്യാദയ്ക്ക് നോക്കിയില്ലെന്നും സുധാകരൻ തുറന്ന് അടിച്ചതോടെ റെജി ചെറിയാൻ മറുപടിയുമായി രംഗത്തു വന്നു. എന്തായാലും ആലപ്പുഴയിൽ 2 UDF MLA-മാർ നേർക്കുനേർ പോരാടുമ്പോൾ UDF-ന്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കുന്നുമുണ്ട്. CPM-മായി കൊമ്പുകോർത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് G സുധാകരൻ UDF-ന് കൈകൊടുത്തത്. പിന്നാലെ CPM-ന്റെ കോട്ടയായ അമ്പലപ്പുഴയിൽ നിന്ന് സുധാകരൻ നിയമസഭയിലെത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റെജി ചെറിയാനുമായി കൊമ്പ് കോർത്തത്. പരസ്പരം ഇനിയും ചെളി വാരിയെറിഞ്ഞാൽ UDF കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുമുണ്ട് ഈ MLA-മാർക്ക്. സർക്കാരിന്റെ മധുവിധുകാലം അവസാനിക്കുന്നതിന് മുൻപ് ഇത്തരം നീക്കങ്ങൾ MLA-മാരിൽ നിന്നുണ്ടാകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി VD സതീശൻ. എന്തായാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് UDF MLA-മാരുടെ കലാപം പിടിച്ചടക്കാൻ VD സതീശൻ തന്നെ രംഗത്ത് ഇറങ്ങിയേക്കുമെന്നും പറയുന്നുണ്ട്. ഒരാഴ്ച മുൻപാണ് സുധാകരനെ അറിയിക്കാതെ റെജി ചെറിയാൻ തോട്ടപ്പള്ളി സ്പിൽവേ സന്ദർശിച്ചത്. ഇതാണ് മുൻ മന്ത്രിയെ കലിപ്പിലാക്കിയ ഘടകം എന്നും കാണാൻ സാധിക്കും.